പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പ്ലസ് ടുവിൻ്റെ ഭിന്നസംഖ്യയുടെ ക്ലാസ് ഇനി കൂടുതൽ വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈക്വലൻ്റ് ഫ്രാക്ഷൻസിനെ കുറിച്ചാണ്, അഥവാ സമാന ഭിന്നങ്ങളെക്കുറിച്ചാണ്. നമ്മൾ ഒരു ചെറിയ ഒരു രൂപം കഴിഞ്ഞ ക്ലാസ്സിൽ തന്നതാണ്, പക്ഷേ സമയം അധികരിച്ചതുകൊണ്ട് അന്ന് നമ്മൾ ക്ലാസ് നിർത്തി. പക്ഷേ നമുക്ക് അതൊന്നും കൂടി പഠിക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2/4 എന്നുള്ളത് സമമാണ് 1/2. നമുക്കറിയാം, നമുക്ക് അളവ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. അത് 1/2. ഇത് 4 കഷ്ണമാക്കി 2 കഷ്ണത്തിൽ പകുതിയായിരുന്നു. ഒരു 2 കഷ്ണത്തിൽ ഒരു കഷ്ണം കിട്ടിയ പകുതിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇത് സമാന തുല്യമാണ്, അളവ് തുല്യമായ ഭിന്നസംഖ്യകളെ ആണ് പറയുന്നത് ഈക്വലൻ്റ് ഫ്രാക്ഷൻസ്. അതിൻ്റെ അംശജാതം വ്യത്യാസം ഉണ്ടായിരിക്കും, പക്ഷേ അളവ് തുല്യമായിരിക്കും. ഇത് കിട്ടുന്ന അളവ് നമുക്ക് മനസ്സിൽ ഒരു പിക്ചറം കണ്ടു കഴിഞ്ഞാൽ ഇത് ഒരു പകുതിയാണ്, ഇതും പകുതിയാണ്, അളവ് തുല്യമല്ലേ. ഇത് സൂചിപ്പിക്കുന്ന അളവും ഇത് സൂചിപ്പിക്കുന്ന അളവും തുല്യമാണ്. അതുകൊണ്ട് ഇവയെ എന്താണ് സമാന ഭിന്നങ്ങൾ അഥവാ ഈക്വാലൻ്റ് ഫ്രാക്ഷൻസ് എന്ന് പറയും. ഇംഗ്ലീഷിൽ ഈക്വാലൻ്റ് ഫ്രാക്ഷൻസ്, മലയാളത്തിൽ സമാന ഭിന്നങ്ങൾ. അപ്പോൾ എന്താണ് സമാന ഭിന്നം എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഒരളവുള്ള ഭിന്നസംഖ്യകൾ. അപ്പോൾ ഈ സമാന ഭിന്നങ്ങൾ അതുപോലെ ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു എണ്ണത്തെ 3 ആക്കി മുറിച്ചു. എന്താ ആക്കിയിട്ട് മുറിച്ചു? 3 ആക്കി മുറിച്ചു, അല്ലെങ്കിൽ 6 ആക്കി മുറിച്ചു. അത്രയായിട്ട് ഒരെണ്ണത്തെ 6 ആക്കി ഞാൻ മുറിക്കാൻ വിചാരിക്കുക. ഒരു ആപ്പിൾ ഇപ്പോൾ നിങ്ങൾ കാണാണ്ടല്ലോ, ഇതിനെ 6 ആക്കി മുറിക്കും, 2 ആക്കി മുറിച്ചു. പിന്നെ വീണ്ടും 3 ആക്കി മുറിക്കുകയാണെങ്കിൽ, 3 കഷ്ണാക്കുകയാണെങ്കിൽ എത്ര ആക്കി മുറിച്ചു എന്ന് പറയാം നമുക്ക്? ഇതിപ്പോൾ ഞാൻ 6 ആക്കി മുറിച്ചു. ഇതേപോലത്തെ നോക്കുമ്പോൾ കയ്യിലുള്ളത് ഒരു ആപ്പിളിനെ 6 ആക്കി മുറിക്കുമ്പോൾ മുറിച്ചാൽ കിട്ടുന്നൊരു കഷ്ണമാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിനെന്താ പറയുക നിങ്ങൾ? 1/6. ഇതുപോലെ 2 എണ്ണം നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര എണ്ണം ഉണ്ടെന്ന് പറയും നിങ്ങൾ? 2/6. അഥവാ 2 1/6 എന്ന് പറയും. 3 എണ്ണം ഉണ്ടെങ്കിൽ 3/6. ഇത് 3 കഷ്ണം കിട്ടിയാൽ അത് എത്ര തുല്യം? 6 ആക്കി മുറിച്ചു അല്ലേ? 6 കഷ്ണം ചേർന്നാലും മുഴുവനായി. 3 കഷ്ണം കിട്ടിയതിന് പകുതിയായി. അപ്പോൾ 3/6 എന്നുള്ളത് എന്തിന് തുല്യമാണ്? അപ്പോൾ ഇത് 3/6 എന്തിന് തുല്യമാണ്? അപ്പോൾ നമുക്കൊന്നും കൂടി ഭംഗിയിൽ എഴുതാം. 3 എണ്ണം 1/2 2/4 3/6. ഇതൊക്കെ എന്താ? ഇതൊക്കെ പകുതികളാണ് അല്ലേ? ഇതിൻ്റെ അളവ് നോക്കുക. അളവ് സമം പകുതി അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ്? ഈക്വാലൻ്റ് ഫ്രാക്ഷനാണത്. ഇതൊക്കെ ഇക്വിവാലൻ്റ് ഫ്രാക്ഷൻസ്, മനസ്സിലായോ? ഇതൊക്കെ പകുതിയെ സൂചിപ്പിക്കുന്ന സംഖ്യകളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ഇപ്പോൾ 100 പിന്നെ വേറെ നോക്കുക. 50/100. ഒരു ആപ്പിൾ 100 കഷ്ണമാക്കി, വളരെ കുഞ്ഞ് കഷ്ണമായിരിക്കും അല്ലേ? ഒരു നഖത്തിൻ്റെ വലുപ്പമൊക്കെ ആവും അപ്പോഴേക്ക് 100 കഷ്ണമാക്കുമ്പോൾ. അതിൽ 50 കഷ്ണം എടുത്താലും പകുതിയായില്ലേ? അപ്പോൾ ഇതും അതിനൊക്കെ തുല്യമാണ് അല്ലേ? ഒക്കെ തുല്യമാണത്. അപ്പോൾ വലിപ്പം നോക്കിയിട്ട് സംഖ്യ പറയാൻ പറ്റില്ല. 50/100 എന്ന് പറഞ്ഞാൽ 1/2 വളരെ വലുതാന്ന് പറയാൻ പറ്റുമോ? പക്ഷേ ഇതിന് അർത്ഥമില്ല. ഇത് തന്നെയാണ് 50% കേട്ടോ. 50 ഇത് തന്നെയാണ്, അര തന്നെയാണ് 50%. 50/100 50% എന്നും പറയും, പകുതി. അപ്പോൾ 50/100 എന്നൊരു വലിയ ഫിഗറാണെന്ന് വെച്ചിട്ട് നമ്മൾ വലുതാണെന്ന് വിചാരിക്കുന്ന അർത്ഥമില്ല. ഉണ്ടോ? ഇല്ല. ഇത് പകുതിയായിട്ടുള്ളൂ അല്ലേ? ഒരാപ്പിളിനെ സംബന്ധിച്ച് 50/100 ആപ്പിളിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞതും ഒരു കുട്ടിക്ക് 1/2 ആപ്പിളെ കിട്ടുകയുള്ളൂ. എനിക്ക് ഒരു കഷ്ണം കിട്ടുകയുള്ളൂ. മറ്റേ 50 കഷ്ണം കിട്ടിയെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? എന്താ കാരണം? രണ്ടും സെയിമാണ്. അപ്പോൾ ഇതൊക്കെ സമാന ഭിന്നങ്ങൾക്ക് ഉദാഹരണമാണ്. എങ്ങനെയാണ് സമാന ഭിന്നം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതിന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കഷ്ണത്തെ 2 ഈ 2 കഷ്ണത്തെ വീണ്ടും 2 കഷ്ണമാക്കി. ഈ 2 4 അല്ലേ? 2 കഷ്ണമാക്കുമ്പോഴാണ് കഷ്ണം ഇരട്ടിച്ചു. കഷ്ണം ഇരട്ടിക്കുമ്പോൾ വലുപ്പം എന്തുണ്ടാവും? പകുതിയാവും അല്ലേ? അപ്പോൾ നമുക്ക് തുല്യമാണ്. വീണ്ടും കഷ്ണത്തിൻ്റെ എണ്ണവും എന്ത് വേണം? ഇരട്ടി കിട്ടണം അല്ലേ?
വീണ്ടും 2 മടങ്ങ് ഇതിനെ വീണ്ടും 2ആയി മുറിക്കുമ്പോൾ കഷ്ണം അത്രയും 4 കഷ്ണമാവും അല്ലേ? അപ്പോൾ കഷ്ണത്തിൻ്റെ വലിപ്പം പകുതിയാവും. അപ്പോൾ നമുക്ക് എണ്ണം തന്നെ നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ നേരത്തെ ഒരു കഷ്ണമുള്ളിടത്ത് എത്ര കഷ്ണം കിട്ടണം? 2. അപ്പോൾ ഇത് ഛേദം അതുപോലെ വലുതാക്കണം. ഇതിനെ ഒരു കഷ്ണത്തെ 3ആക്കി മുറിക്കുമ്പോൾ 2 കഷ്ണത്തെ 6 കഷ്ണമാവും അല്ലേ? ഇതിനെ 3 ഇരട്ടി ഈ 2 കഷ്ണത്തെ നമ്മൾ 3ആക്കി മുറിക്കേനെ. അപ്പോൾ ഒരു കഷ്ണത്തെ 3ആക്കി മുറിക്കുമ്പോൾ 2 കഷ്ണത്തെ 3ആക്കി മുറിക്കുമ്പോൾ എത്രയായി? 2 കഷ്ണത്തെ 3ആക്കി മുറിക്കുമ്പോൾ 6 കഷ്ണമാവും അല്ലേ? 2 കഷ്ണത്തെ 3ആക്കി മുറിക്കുമ്പോൾ അത് 6 കഷ്ണം കിട്ടും. അപ്പോൾ 3ആക്കി മുറിക്കുമ്പോൾ കഷ്ണം 1/3 ചെറുതാവും. അപ്പോൾ എത്ര മടങ്ങ് കഷ്ണം കിട്ടണം? തുല്യമാണെങ്കിൽ പഴയ അളവ് തന്നെ ആയിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇത് ഒരു കഷ്ണം കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ? ആ കഷ്ണം 1/3 ചെറുതാവുമ്പോൾ 3 ഇരട്ടി കഷ്ണം വേണ്ടേ? നേരത്തെ ഒരു കഷ്ണം കിട്ടിയെടുത്ത് 3 കഷ്ണം കിട്ടണം. അപ്പോൾ അംശം 3 ഇരട്ടി വലുതാവുകയാണെങ്കിൽ സമാന ഭിന്നമാവാൻ ഛേദം 3 ഇരട്ടി വലുതാവുകയാണെങ്കിൽ അംശവും 3 ഇരട്ടി വലുതാവണം. എന്ന് വെച്ചാൽ 3 ഇരട്ടിയാക്കാനും എത്രകൊണ്ട് ഗുണിക്കുക? ഛേദത്തെ 3 ഇരട്ടിയൊക്കെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ കഷ്ണം ചെറുതാവും. അപ്പോൾ അംശത്തെ എന്ത് ചെയ്യേണ്ടി വരും? 3 ഇരട്ടിയാക്കണം, 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിൻ്റെ ഛേദത്തെ ഒരേ സംഖ്യയുടെ ഗുണിച്ചെന്തുണ്ടാവുക? മാറ്റം വരില്ലേ അല്ലേ? സമാന ഭിന്നല്ലേ വരുന്നത്. ഇപ്പോൾ നമ്മൾ 1/2 എടുത്തു വിചാരിക്കുക, അതിനെ 3 കൊണ്ട് ഗുണിച്ച് ഇവിടെയും 3 കൊണ്ട് ഗുണിച്ച് അപ്പോൾ എന്ത് സംഭവിക്കും? 3/6. അത് ഇതിൻ്റെ പകുതി തന്നെയല്ലേ? അപ്പോൾ അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതിൻ്റെ വിലയ്ക്ക് വ്യത്യാസം വരില്ല. അത് ഈക്വാലൻ്റ് ഫ്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഈക്വാലൻ്റ് ഫ്രാക്ഷൻ എന്താ? ഒരു ഭിന്നസംഖ്യയുടെ അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതിൻ്റെ കിട്ടുന്ന സംഖ്യയ്ക്ക് ആ ഭിന്നസംഖ്യയുടെ വിലയ്ക്ക് വ്യത്യാസം വരില്ല. പക്ഷേ അതിൻ്റെ സമാന ഭിന്നം കിട്ടുന്നു മാത്രം. മനസ്സിലായോ? അപ്പോൾ ഹൗ ടു ഫൈൻഡ് ഔട്ട് എ ഈക്വലൻ്റ് ഫ്രാക്ഷൻ ഓഫ് എ ഗിവൺ ഫ്രാക്ഷൻ? The numerator and denominator are multiplied by a same number. The resulting fraction will be a equivalent fraction. മനസ്സിലായോ? അത് തിരിച്ചും പറയാം. 3/6 എന്ന് ഇരിക്കുക. ഇതിനെ മുകളിൽ ഞാൻ 2 3 കൊണ്ട് ഹരിച്ചു, അടിയിൽ 3 കൊണ്ട് ഹരിച്ചു. അപ്പോൾ എത്രയും വരിക? 1/3. 3-നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1, 6-നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 2. 3/6-നെ മുകളിലും ചോട്ടിലും, അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും, അതായത് അംശത്തെയും ഛേദത്തെയും 3 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ഉത്തരം 3/6 തുല്യമാണ്. അത് ഈക്വലൻ്റ് ഫ്രാക്ഷനാണ്. അപ്പോൾ ഈക്വലൻ്റ് ഫ്രാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഒരു ഗിവൺ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഉത്തരം അതിൻ്റെ ആൻസറായി വരുന്ന ഫ്രാക്ഷൻ എന്തായിരിക്കും? ഒരു ഈക്വലൻ്റ് ഫ്രാക്ഷൻ ആയിരിക്കും. മനസ്സിലായോ? അതാണ് ഈക്വലൻ്റ് ഫ്രാക്ഷൻ. അപ്പോൾ നമ്മൾ എത്ര വേണം ഇവിടെ? ഇപ്പോൾ ഇതിലിപ്പോൾ നോക്കുക, 1/2 നമ്മൾ 1000 കൊണ്ട് ഗുണിച്ചു, 1000 മടങ്ങായി. അപ്പോൾ ഈ കഷ്ണം 1000 മടങ്ങ് ചെറുതാക്കിയാൽ മതി അല്ലേ? അപ്പോൾ ഇതിനെ 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ കഷ്ണം 1000 മടങ്ങ് ചെറുതാവും. ഇത് ഗുണിക്കുമ്പോൾ 1000 മടങ്ങ് കഷ്ണം ചെറുതാകുമ്പോൾ എണ്ണം അതിനറ്റി കൂടണം. അപ്പോൾ ഇത് ഉത്തരം 1000/2000 എന്ന് കിട്ടും അല്ലേ? 2000 കഷ്ണം വെച്ചാൽ 1000 കഷ്ണം കിട്ടിയ പകുതിയായില്ലേ? അപ്പോൾ എത്ര വലിയ സംഖ്യ കൊണ്ട് അംശത്തെ ഗുണിച്ചാലും അതേ സംഖ്യ കൊണ്ട് ഛേദത്തെയും ഗുണിച്ചാൽ കിട്ടുന്നത് എന്തായിരിക്കും? ഈക്വലൻ്റ് ഫ്രാക്ഷനായിരിക്കും. അത് ഹരിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ 2000 ഇതിപ്പോൾ 1000/2000 എന്ന് തന്നു വിചാരിക്കുക. ഇവിടെ 1000 കൊണ്ട് ഹരിച്ചു, ഇവിടെയും 1000 കൊണ്ട് ഹരിച്ചു, ഇവിടെ 1000 കൊണ്ട് 1, ഇവിടെ 1000 കൊണ്ട് ഹരിക്കുമ്പോൾ 2. ശരി തന്നെയല്ലേ? പകുതി തന്നെ കിട്ടിയില്ലേ? അപ്പോൾ ഇതിനെന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു ഭിന്നസംഖ്യയുടെ അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? ഈക്വലൻ്റ് ഫ്രാക്ഷൻ കിട്ടും. സംശയമില്ലല്ലോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് കണക്കുകൾ നമ്മുടെ ഇതിൽ വരും. മനസ്സിലായോ? ഇപ്പോൾ നോക്കുക, അഡ്വാൻസ് കണക്കിൽ sin² cos θ ആൻസർ കണ്ടുപിടിക്കാൻ വെച്ചാൽ എന്താണ് ആൻസർ?
കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക. ഇതിൻ്റെ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റയാണ്. എന്താണ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ? സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ബൈ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ ഇത് നോക്കുക, സൈൻ തീറ്റ മുകളിൽ ചോട്ട് സൈൻ തീറ്റ കൊണ്ട് ഹരിച്ച് എന്താ വരിക? ഇവിടെ സൈൻ തീറ്റ കൊണ്ട് ഹരിക്കുമ്പോൾ സൈൻ ഒന്നാവും ഇല്ലേ? അപ്പോൾ 1 ഇൻറ്റു സൈൻ തീറ്റ എന്നാവും. ഇനി അടിയിൽ ഇവിടെ ചേർത്തൽ സൈൻ തീറ്റ തന്നെ സൈൻ തീറ്റ കൊണ്ട് ഹരിക്കുമ്പോൾ ഇതൊന്നാവും ഇല്ലേ? കോസ് തീറ്റ 1 കൊണ്ട് ഏതിനെ ഗുണിച്ചാൽ അതന്നെ കിട്ടും. 1 ഇൻറ്റു സൈൻ തീറ്റ 1 ഇൻറ്റു സൈൻ തീറ്റ അല്ലേ? 1 ഇൻറ്റു കോസ് തീറ്റ സമം ടാൻ തീറ്റ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. പഠിക്കാത്തവർക്ക് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ എന്ന് പറയുക. അപ്പോൾ ഇതിങ്ങനെയായിരിക്കും കണക്ക് തരിക. പ്രൂവ് ദാറ്റ് സൈൻ സ്ക്വയർ തീറ്റ ബൈ സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് തന്നാൽ എങ്ങനെയാണ് കിട്ടുകയെന്ന് പേടിച്ച് ഇരിക്കേണ്ട കാര്യങ്ങളും ഇല്ല. സിമ്പിളായിട്ട് നമ്മൾ പഠിച്ച അതേ മാത്തമാറ്റിക്സിൽ അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഇതൊരു ഭിന്നസംഖ്യയാണ്. ഇത് ടാൻ തീറ്റ വരണമെങ്കിൽ നമ്മൾ അറിയാം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ കിട്ടണം. ഇത് സൈൻ സ്ക്വയറാണ്. സൈൻ തീറ്റ കോസ് തീറ്റ എന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ 2 വട്ടം എഴുതാം. അപ്പോൾ ഇത് തമ്മിൽ മുകളിൽ ചുറ്റും ഒരേ സൈൻ കൊണ്ട് ഹരിക്കുക അല്ലേ? അപ്പോൾ മാറ്റം വരെയെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ സൈൻ തീറ്റ കൊണ്ട് ഹരിച്ചാൽ ഇവിടെ സൈൻ തീറ്റ കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ഇത് വെട്ടിപ്പോവും, ഇതും വെട്ടിപ്പോവും. അപ്പോൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് വരും. അപ്പോൾ ടാൻ തീറ്റ ഉത്തരം കിട്ടും എന്ന് പ്രൂവ് ദാറ്റ്. അങ്ങനെയാണ് തെളിയിക്കുക. ഇതൊക്കെ ഇങ്ങനെ വരും. ഈ സൈൻ തീറ്റ കോസ് എന്ന് വെച്ചാൽ അര സൈൻ 2a എന്നാണ്. എന്താ അർത്ഥം? അപ്പോൾ അങ്ങനെയും തരും ചിലപ്പം. സൈൻ സ്ക്വയർ തീറ്റ ബൈ അര സൈൻ 2 തീറ്റ എന്ന് തരും. സൂത്രത്തിൽ തീറ്റ. അപ്പോൾ 2 തീറ്റ ഇങ്ങനെയും തരും. സൈൻ സ്ക്വയർ തീറ്റ ബൈ അര സൈൻ 2 തീറ്റ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത ഇതിൻ്റെ ഈ അര സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ കോസ് തീറ്റയാണ് എന്നറിയാമെങ്കിൽ, ഇതിൻ്റെ വില ഇതാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? ഇതിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? ഇതിൻ്റെ കോസ് തീറ്റ എന്ന് എഴുതാം. മനസ്സിലായോ? എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ എഴുതി ചെയ്ത പോലെ അങ്ങനെ എത്തും. അങ്ങനെ ഒരു ഘട്ടം സ്റ്റെപ്പ് കോംപ്ലിക്കേറ്റഡ് വരും. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം നമ്മൾ എന്ത് തന്നെയാണ്? ഫ്രാക്ഷനാണ്. ആ ഫ്രാക്ഷൻ അറിയാത്തവർക്ക് ഈ കണക്കൊക്കെ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാടിയിൽ പോലെ നോക്കിയിരിക്കാനും പറ്റില്ല. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഒന്നും മനസ്സിലാവണില്ല എന്ന് വിചാരിക്കും. പക്ഷെ അതിൻ്റെ കാരണം എന്താണ്? ശരിക്കും നമ്മൾ ഫ്രാക്ഷൻ പഠിച്ചിട്ടില്ലേ? ആ ഫ്രാക്ഷൻ എന്തുകൊണ്ടാണ് എടുക്കണമെന്ന് മനസ്സിലായല്ലോ. ഇതൊക്കെ അഡ്വാൻസ് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. പോസ് ചെയ്തു. മഞ്ഞ പ്ലേറ്റിൽ എന്താ കാണുന്നുണ്ടല്ലോ? ഒരു 1/2. നീല പ്ലേറ്റിൽ എന്താണ് കാണുന്നത്? നീല പ്ലേറ്റിൽ കാണണ്ടല്ലോ. എത്ര എണ്ണ കാണുന്നത്? 2/4. അപ്പോൾ നമുക്ക് ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂട്ടുകയാണെങ്കിൽ ഇത് രണ്ടും കൂട്ടാനാണ് പറഞ്ഞിരിക്കുക. വി ആർ ആസ്ക്ഡ് ടു ആഡ് ദീസ് 2 ഫ്രാക്ഷൻസ്. അപ്പോൾ നമുക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത്? 1/2 പ്ലസ് 2/4. വാട്ട് ഈസ് ദ ആൻസർ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതിൻ്റെ അർത്ഥം നമുക്ക് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ കൂട്ടുക? ഇതൊരു കഷ്ണമുണ്ട്. ഇതെത്ര കഷ്ണമുണ്ട്? ഇതൊരു കഷ്ണമുണ്ട്, ഇത് 2 കഷ്ണമുണ്ട്. ഇത് ആഡ് ചെയ്യാൻ പറഞ്ഞ് ഇത് ഇങ്ങനെ കൂട്ടുക. അപ്പോൾ എത്ര കഷ്ണമായി? അപ്പോൾ ആൻസർ എത്ര വരിക? എത്ര കഷ്ണം? എത്ര കഷ്ണം വരിക? ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഇൻ ദിസ് പ്ലേസ്? 3. അപ്പോൾ നമ്മൾ പഠിച്ചെടുക്കുക. ആഡ് ചെയ്യുമ്പോൾ എത്ര കഷ്ണം എന്ന് വെച്ചാൽ 3 അല്ലേ? വലിപ്പം ഏതാ എഴുതണ്ടേ? ഏതിൻ്റെ വലിപ്പം എഴുതാം? വലിപ്പം 3 കഷ്ണമുണ്ട്. ഏത് വലിപ്പം എഴുതുക? ഇതെഴുതാം. എഴുതണ്ടേ? അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുമോ? അപ്പോൾ ഇതിൽ ഏത് കഷ്ണം എഴുതാൻ പറ്റുമോ? അപ്പോൾ ഈ അഡീഷൻ നമുക്ക് ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. അവനാണ് തോന്നിയത് എഴുതാൻ പറ്റില്ല എന്തായാലും.
അപ്പോൾ 2 എഴുതണോ 4 എഴുതണോ? ഡോമിനേറ്റ് എന്ന് വെച്ചാൽ വലുത് എഴുതാമെന്ന് പറയാൻ പറ്റും. ഇത് എഴുതി കഴിഞ്ഞാൽ ഇതുപോലത്തെ 1/2 3 കഷ്ണം വരും ഇല്ലേ? അപ്പോൾ അത് ശരിയാവില്ലേ? പ്ലസ് ചെയ്ത് കഴിഞ്ഞ് 3 5 എന്നാൽ ശരി, പ്ലസ് ചെയ്ത് എഴുതാം. 2 + 4 6. അപ്പോൾ എന്തായി? പകുതിയും ഇതും പകുതി തന്നെയാണ് അല്ലേ? പകുതിയും കൂട്ടുമ്പോൾ എന്താ വരും? 1 വരിക അല്ലേ? ഇതിൻ്റെ ഉത്തരം 1 അത് പകുതിനെ കിട്ടണം. ശരിയാവോ? അപ്പോൾ ഇതിലെന്തില്ല ചെയ്ത് ശരിയല്ല എന്ന് മനസ്സിലായി നമുക്ക്. ഇത് ശരിയല്ല ആണോ? അല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇത് അൺലൈക്ക് ഫാക്ടേഴ്സിൻ്റെ അഡീഷൻ. ഇത് ലൈക്ക് ഫാക്ടേഴ്സ് ആണോ? അല്ല, അൺലൈക്ക് ഫാക്ടേഴ്സാണ്. എന്ന് വെച്ചാൽ കഷ്ണങ്ങളുടെ വലിപ്പം വ്യത്യാസമുണ്ട്. അത് അൺലൈക്ക് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരേ വലിപ്പമല്ലാത്ത കഷ്ണങ്ങൾ എന്നാണ് അർത്ഥം അല്ലേ? ഛേദം തുല്യമാണെന്ന് വെച്ചാൽ കഷ്ണങ്ങളുടെ വലിപ്പം തുല്യമാണെന്നല്ല അർത്ഥം. ഛേദം തുല്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ണങ്ങളുടെ വലിപ്പം അല്ലേ അർത്ഥം? അത് ശങ്കില്ലല്ലോ. 4 മുറിക്കും. അപ്പോൾ ഇതിൽ എന്നാൽ വലിപ്പം തുല്യമാണോ? ഒന്ന് വലിയ കഷ്ണം അല്ലേ? 2 മുറിക്കുമ്പോൾ വലിയ കഷ്ണമായിരിക്കും. ഇത് വലിയ കഷ്ണമാണ്, ഇത് ചെറിയ കഷ്ണമാണ്. കാരണം ഇത് കൂടുതൽ മുറിക്കുമ്പോൾ ചെറിയ കഷ്ണമാവും. അപ്പോൾ ഇത് ഈ 3 കഷ്ണം ഇങ്ങനത്തെ, അതായത് 1/2 3 കഷ്ണം എന്ന് പറയാൻ പറ്റില്ല, 2/4 കഷ്ണം എന്നും പറയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഒരേ വലുപ്പാക്കണം. എന്താ ചെയ്യുക? ഒരേ വലുപ്പാക്കി തരണം. നമുക്കറിയാം 1/2 എന്ന് പറഞ്ഞത് 2 1/4 തുല്യമെന്ന് അറിയാം. അപ്പം നമുക്ക് ഇതിന് പകരം 2 1/4 അല്ലേ, 2/4 അല്ലേ, പ്ലസ് ഇത്. അപ്പോൾ ഇതിന് സമാന ഭിന്നാണത് അല്ലേ? മുകളിൽ ചോട്ടിൽ 2 കൊണ്ട് കുടിച്ച് കഴിഞ്ഞാൽ 2/4 ആവില്ലേ? അപ്പോൾ ഇതിന് സമാന ഭിന്നല്ലേ ഇത്? എന്നിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഇതുപോലെ 2 കഷ്ണമാക്കി മാറ്റുക. അപ്പോൾ എത്രയായി? അപ്പോൾ ഈ 1/2 എന്ന് പറഞ്ഞത് 2 1/4 തുല്യല്ലേ? 2/4 തുല്യല്ലേ? അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ നമ്മൾ ഇതിനെ മാറ്റിയിട്ട് ഇങ്ങനത്തെ ആക്കി. അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് പറയാം? 1/2 കഷ്ണം പ്ലസ് 1/4 2 കഷ്ണം. അപ്പോൾ 4/4 എന്ന് പറയാം. 1 തുല്യല്ലേ? ശരി. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? അൺലൈക്ക് ഫാക്ടേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഛേദങ്ങൾ വ്യത്യാസമുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ അവയുടെ കഷ്ണങ്ങളുടെ വലിപ്പം വ്യത്യാസമുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരേ വലിപ്പത്തിലെ കഷ്ണമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ മതി? എണ്ണം കൂട്ടിയിട്ട് അടിയിൽ ആ വലിപ്പം എഴുതിയാൽ മതി. പക്ഷേ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഒരേ വലിപ്പമാകുന്ന തരത്തിൽ മാറ്റം എഴുതാം. ഒരേ വലിപ്പമാകണമെങ്കിൽ ഒരേ ഛേദം വരുന്ന തരത്തിൽ സമാന ഭിന്നം എഴുതുക, എന്നിട്ട് ആഡ് ചെയ്യാം. മനസ്സിലായോ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിപ്പോൾ 1/2 1/2 1/3 എത്രയാണെന്ന് പറയും നിങ്ങൾക്ക്? ഒരെണ്ണത്തെ 3 വായിക്കുക. അതിലൊരു കഷ്ണം എടുക്കുകയാണെങ്കിൽ 1/3 അല്ലേ? 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കഷ്ണത്തെയാ ഒരു മുഴുവനെ ഇറക്കം പറ്റേ എനിക്ക്? ഒരു 1/3 1/2 ഇത് ആഡ് ചെയ്യാൻ പറഞ്ഞു വിചാരിക്കുക. 1/3 1/2 ആഡ് ചെയ്യാൻ പറഞ്ഞു വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ആഡ് ചെയ്യണം. അത് ഒരെണ്ണത്തെ എത്രയും മുറിച്ചുള്ള കഷ്ണങ്ങളാണ്? 3 മുറിക്കുമ്പോൾ ഒരു കഷ്ണത്തിനുണ്ടാകുന്ന വലുപ്പമാണ് ഇതിലുള്ളത്. അപ്പോൾ ഒരെണ്ണത്തെ എത്രയും മുറിക്കുക? 3 മുറിക്കുക. അതിലൊരു കഷ്ണം എടുക്കുക, 1/3. മറ്റേതോ ഒരെണ്ണത്തെ 2 മുറിക്കുക, കഷ്ണം എടുക്കുക. ഇതാണ് 1/2. 1/2 എന്ന് വെച്ചാൽ 3 എന്ന് പറഞ്ഞാൽ 3 മുറിച്ചിട്ട് ഒരു കഷ്ണം എടുക്കുക. അപ്പോൾ നമുക്ക് ഇത് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? ഒരേ വലുപ്പാക്കണം അല്ലേ? ഇത് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം?
ഒന്നുകിൽ ഇതുപോലത്തെ കഷ്ണം, ഇത് വലിയ കഷ്ണം അല്ലേ, ഇത് ചെറിയ 1/3. ഈ ചെറിയ കഷ്ണത്തിന് വലിയ കഷ്ണമാക്കാൻ പറ്റുമോ? ചെറിയ കഷ്ണത്തിന് 1/3 അഞ്ചിട്ടൊന്ന്. ഇപ്പോൾ ഇതിങ്ങനെയാണ് 1/1 ഇതിപ്പോൾ 1/6 കഷ്ണമാണ്, അല്ലെങ്കിൽ 1/3 കഷ്ണം മുറിച്ച് കഴിഞ്ഞാൽ പറ്റില്ല, മുറിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ചെറിയ കഷ്ണത്തെ വലിയ കഷ്ണമാക്കാൻ പറ്റില്ല. വലിയ കഷ്ണത്തെ വേണമെങ്കിൽ ചെറിയ കഷ്ണമാക്കാം. ചെറിയ കഷ്ണത്തെ ഇങ്ങനെ വലുതാക്കുക. ഇപ്പോൾ ഇതിങ്ങനെ ഒരു കഷ്ണം എന്ന് പറയാം, ഇതുപോലത്തെ ഒരു കഷ്ണമാക്കാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും പറ്റും? ഇപ്പോൾ ആർക്കും പറ്റില്ല. പക്ഷെ ഇങ്ങനെ ഒരു കഷ്ണത്തെ ഇതുപോലത്തെ മാറ്റിക്കാൻ പറഞ്ഞാൽ പറ്റും. ആ ഒരു വലിയ കഷ്ണത്തെ നമുക്ക് ചെറിയ കഷ്ണമാക്കാൻ പറ്റും. പക്ഷേ ചെറിയ കഷ്ണത്തെ വലിയ കഷ്ണമാക്കാൻ നമുക്ക് മാജിക്കൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ ഇതിലെ ചെറിയ കഷ്ണം ഏതാ? 1/3. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ചിലപ്പോൾ നമുക്ക് ഈ കഷ്ണത്തെ ഇങ്ങനെയാക്കാൻ പറ്റില്ല. ഈ കഷ്ണത്തെ പകുതിനെ ഇതുപോലത്തെ കഷ്ണമാക്കാൻ പറ്റുമോ? മുറിച്ചാൽ ഒരിക്കലും ഇതുപോലത്തെ കഷ്ണമാക്കാൻ പറ്റില്ല. എന്താ കാരണം? പകുതിയാണിത്. പകുതിനെ 1/3 വലുപ്പത്തിൽ കഷ്ണമാക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യും. അങ്ങനെ വരുമ്പോൾ അത് പകുതിയായില്ലേ? പകുതി ഓഫ് ചെയ്തു കേട്ടോ. നമ്മുടെ മുന്നിലുള്ള ഒരു പ്രശ്നം ഇതാണ്. 1/2 ഒരു കഷ്ണമുണ്ട്, 1/3 ഒരു കഷ്ണമുണ്ട്. ഇത് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് നിവൃത്തിയില്ല ആഡ് ചെയ്യാൻ. കാരണം എന്താ, ഇത് ആഡ് ചെയ്ത് 2 കഷ്ണം കിട്ടുക. പക്ഷെ അത് ഇങ്ങനത്തെ വലുപ്പത്തിലുള്ളതാണോ ഈ വലുപ്പത്തിലുള്ളതാണോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരേ വലുപ്പത്തിലുള്ള എന്താക്കണം, കഷ്ണാക്കണം. എന്നാൽ ഒരേ വലുപ്പമായി ആഡ് ചെയ്ത് പറയാം. ഒരേ വലുപ്പത്തിലാക്കുന്നതിനുള്ള ഒരു ഗണിതപരമായ ഇതാണ് നമ്മൾ ഗുണിച്ചിട്ടോ ഹരിച്ചിട്ടോ ഒരേപോലെയാക്കുക. ഇങ്ങനെ ചെയ്യുക. ഇപ്പോൾ നമ്മൾ 1/2 ഇത് എത്ര എൻ്റെ കഷ്ണം? ഇപ്പോൾ നിങ്ങൾ ഒരു ആപ്പിളിനെ 2 മുറിച്ച് കഷ്ണം, ഇത് 1/2 എന്ന് പറയാം. ഞാനിതിനെ 3 മുറിച്ചു. ഇപ്പോൾ ഇതിന് എത്രയ്ക്ക് മുറിച്ചു? നമ്മൾ 3 1/2 3 മുറിച്ചു. അപ്പോൾ ഇതുപോലത്തെ എത്ര കഷ്ണം ചേർന്നാൽ ഒരു മുഴുവനാവും? യെസ്. കാരണം എന്താ, സംശയമുണ്ടോ? 6. കാരണം ഇങ്ങനത്തെ 3 കഷ്ണം ചേർന്നാൽ അത്രയേ ഉള്ളൂ, ഹാഫ് ആവുള്ളൂ. മുഴുവനാവണമെങ്കിൽ എത്ര കഷ്ണം വേണം? അപ്പോൾ ഇത് 1/, എത്രയാന്ന് പറയാ? ഒരു കഷ്ണം വലിപ്പം എത്രയാ? ഒരെണ്ണാവ് എത്ര എണ്ണം വേണം? 6 വേണം. അതിൽ ചേത എത്രയാ? 6. 1. ഇത് 1/6 അല്ലേ? ഇത് 1/6. ഈ 3 1/6. ഇത് 1/6. അപ്പോൾ 1/2 3 എന്നുള്ളത് എന്തിന് തുല്യമാണ്? നമ്മൾ 1/2 എന്നുള്ളത് എന്തിന് തുല്യമാണ്? ഈക്വൽ ടു 3/6. കാരണം ഇത് 3 കഷ്ണാക്കി അല്ലേ? 1/2ൻ്റെ ഇതിനെ 3 കഷ്ണാക്കി 3 2 6 അല്ലേ? ചേതൻ 2 3 മുറിക്കുമ്പോൾ അത് എന്തിന് തുല്യമായി? ഓരോ കഷ്ണവും 1/6 തുല്യമായി അല്ലേ? 6 കഷ്ണങ്ങൾ. മറ്റേ 2 കഷ്ണം വേണമായിരുന്നു എന്തിന്? ഒരു മുഴുവനാവാൻ. ഇപ്പോഴോ 6 കഷ്ണം വേണം. അപ്പോൾ ഇതിൻ്റെ 3 ഇരട്ടി വന്നു അല്ലേ? അപ്പോൾ കഷ്ണം എത്ര എണ്ണം വരണം?